ഒക്കെ ഈ പൂജാരിയൊക്കെ വരും, ഞാൻ അവരെ തുറത്തിയടിക്കും. At that small age, I used to say, no, I don't want to bow my head before any man. And my zeal to know God, ദൈവം ഉണ്ടോ എന്ന് മനസ്സിൽ every day I used to ask, where is the Lord? I want to see the Lord. ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തിനെ കാണണം എന്റെ ഒരു വൈരാഗ്യം എൻ്റെ അകത്ത് വന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ബ്രദർ രാജു എന്ന് പറഞ്ഞ ഒരു ബ്രദർ, ഇപ്പൊ പുള്ളി ഇല്ല, അവർ മരിച്ചുപോയി. അവർ അഹമ്മദാബാദ് ഗുജറാത്തിലെ നല്ലൊരു ദൈവ വിളി കേട്ടു, ദൈവദാസനായിട്ട് ഒത്തിരി വലിയ ചർച്ചൊക്കെ ഉണ്ട്, മഹാനദേ ചർച്ച് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവർ കർത്താവിൽ മരിച്ചുപോയി. പുള്ളിയാണ് ഞങ്ങളെ ദൈവവാർത്ത നടത്തിയത്. അങ്ങനെ വർഷങ്ങളായി. എൻ്റെ പെട്ടെന്ന് കല്യാണമൊക്കെ ആയി. അപ്പൊ ഒക്കെ സന്തോഷമായിട്ട് അവരെ സ്വീകരിച്ചു. നല്ല വചനം കേൾക്കാൻ, യേശു അത്ഭുതം ചെയ്യുന്നത്, യേശു അനുഗ്രഹിക്കുന്നത്, ഇതൊക്കെ നല്ല കേൾക്കാൻ വളരെ സന്തോഷമാണ്. പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിൽ കൊടുക്കാൻ, ദൈവഭാഗത്തിൽ വരാൻ സമ്മതല്ല. നിങ്ങൾ വാ, പ്രാർത്ഥിക്കുക, ഞങ്ങൾ അനുഗ്രഹിക്കും, പ്രാപിക്കട്ടെ, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. ഇതാ ഞങ്ങളുടെ ആ സമയത്ത് ചിന്തയായിരുന്നു. ഇങ്ങനെ കാലങ്ങൾ പോയി. എന്റെ കല്യാണമൊക്കെ പെട്ടെന്നായി. അമ്മ വളരെ സീരിയസ് ആയിരുന്നു, വളരെ സീരിയസ് ആയി. ഷി വാസ് ഹാവിങ് ഡയബറ്റീസ്, സോ ഷി വാസ് ഇൻ ദ ഡെത്ത് ബെഡ്. ഡോക്ടേഴ്സ് പറഞ്ഞു മേ ബി 2 മാസം അവർ ജീവിക്കും. അപ്പൊ എന്നെ പെട്ടെന്ന് എൻ്റെ 12th കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിച്ചു. I was 17 years when I got married. അപ്പോ ചെറു പ്രായത്തിൽ തന്നെ ഒന്നും അറിയാതെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, മക്കളെന്ന് പറഞ്ഞാൽ എന്താ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പത്തെ പിള്ളേർ സ്മാർട്ടാ അല്ലേ, പക്ഷെ അപ്പത്തെ പിള്ളേർക്ക് ഒന്നും ബോന്ധൂസ, അത് ബുദ്ധൂസ, ഒന്നും അറിയില്ല. വീടുണ്ട്, കോളേജ് ഉണ്ട്, വീടുണ്ട്, കോളേജ് ഉണ്ട്, ബസ് അങ്ങനെയാ. പക്ഷെ എനിക്ക് നല്ല ഒരു ദൈവ മനുഷ്യനെ കർത്താവ് തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവർ രക്ഷിക്കപ്പെട്ടു. എന്നോട് പറയാൻ തുടങ്ങി, നമ്മള് ചർച്ചിൽ പോകാവോ. എനിക്ക് വളരെ ആഗ്രഹം. ബിഗ് സ്റ്റോറി ഈസ് ദെയർ ഇൻ ബിറ്റ്വീൻ. ഞാൻ അതൊക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം എടുക്കും കേട്ടെ, ഞാൻ പെട്ടെന്ന് തീർക്കാം. അങ്ങനെ സന്ദർഭത്തിൽ അവര് കർത്താവെ സ്വീകരിച്ചു. He accepted, my husband accepted the Lord. And he asked me, can we go to a church? I have never entered a church. അതിനു മുൻപ് ഒരു ചർച്ചിൽ ഞാൻ പോയിട്ടേ ഇല്ല. But I knew there is somebody called Jesus. ഒരു യേശു, ഒരു മനുഷ്യനുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചർച്ചിൽ പോയിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങള് അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ചർച്ചിൽ പോകുമ്പോൾ ദൈവത്തിന്റെ പ്രസന്നം, ദൈവത്തിന്റെ മഹിമ ഞാൻ അവിടെ കണ്ടു. ഹല്ലേലൂയ. ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് പ്രത്യക്ഷമായിട്ട് കാണാൻ കർത്താവ് എനിക്ക് കൃപ കൊടുത്തു. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ ആരാധിച്ച ദൈവങ്ങളെല്ലാം, ഞാൻ കണ്ട ദൈവങ്ങളെല്ലാം, എന്റെ കുടുംബങ്ങൾ ആരാധിച്ച ദൈവങ്ങളെല്ലാം കല്ലല്ലോ, മണ്ണല്ലോ എന്ന് അന്ന് ചിന്തിക്കാൻ, ജീവനുള്ള ദൈവൻ യേശു ക്രിസ്തു ആണ്, എനിക്ക് വേണ്ടി മരിച്ച ദൈവം യേശു ആണ്, അന്ന് ഞാൻ കണ്ടെത്തി. ദൈവവചനം കേൾക്കാൻ തുടങ്ങി. അതാ മക്കളെ, പള്ളിക്ക് വരണം. വീട്ടിലിരുന്നോണ്ട് ഒന്നും കാര്യം നടക്കത്തില്ല. ചർച്ചിക്ക് വരണം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കണം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. സമയം ഇതാ, ഇനി ഒരു സമയം നമുക്ക് കിട്ടുകയില്ല. രാജുപുരത്തിൽ ഞങ്ങളോട് സുവിശേഷം പറയാൻ വന്നപ്പോ ഞങ്ങൾ അവരെ ഒത്തിരി കുറച്ചു നാൾ സന്തോഷമായിരുന്നു. പിന്നെ പറഞ്ഞു ടാറ്റ ബൈ ബൈ, വേണ്ട, നിങ്ങൾ വരണ്ട. പക്ഷെ പുള്ളി പറഞ്ഞു, നിങ്ങളിൽ ഞാൻ, നിങ്ങളുടെ മനസ്സില്, നിങ്ങളുടെ വീട്ടില് ഞാൻ ആ വിത്ത്, വചനമാക്കിയ വിത്ത് ഇവിടെ വിതച്ചിട്ടുണ്ട്. അത് ഇന്നെങ്കിലും നാളെ, ഹല്ലേലൂയ, തീർച്ചയായിട്ട് നിങ്ങൾക്ക് അത് ഞാൻ ഫലം കാണുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതുപോലെ ദൈവമക്കളെ, നിങ്ങൾ ദൈവ വേല ചെയ്യുവാണെങ്കിൽ, മറ്റവരോട് സുവിശേഷം പറയുവാണെങ്കിൽ നിരാശപ്പെടല്ലേ. Don't be disappointed when you share the gospel. Today